ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വിഷുവിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഓൾറെഡി വീട്ടിൽ വിഷു ഒരുക്കാൻ വേണ്ടി കണി ഒരുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഓൾറെഡി കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതായത് മാങ്ങ, കശുവണ്ടി, പിന്നെ കടച്ചക്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ട്, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ വാഴപ്പഴം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി പറമ്പിലൊക്കെ പോയി ഇതൊക്കെ പറിച്ചു. പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ, ഈ വെള്ളരിയൊക്കെ അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് വെച്ചു. പിന്നെ ആപ്പിൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ മാങ്ങ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, പഴുത്ത മാങ്ങ നേരത്തെ വാങ്ങിച്ചുണ്ടായിരുന്നു. പിന്നെ മുന്തിരിങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഉരുളിയിലാണ് നമ്മൾ ഇതൊക്കെ വെക്കുന്നത്, കണി വെക്കുന്നത്. ആദ്യം വീഡിയോ എടുക്കണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അയച്ചെന്നാൽ ഒരു വീഡിയോ ഇട്ടേക്കാം, എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ. പിന്നെ തക്കാളി വീട്ടിലുണ്ടായിരുന്നു, തക്കാളി. പിന്നെ നമ്മൾ വെക്കുന്ന അതിന് മുമ്പ് അരി വെച്ചിട്ടുണ്ട് കേട്ടോ, അരി. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വാഴപ്പഴം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചെറുപഴമാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമ്മൾ വെക്കുന്നത് ഉള്ളൊരു കണ്ണാടിയൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു, കടയിൽ പോയി വാങ്ങിച്ചു. കണ്ണാടി, വെള്ളരിക്കയൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചാൽ. ഈ പച്ചമാങ്ങ ഇത് കണ്ടില്ലേ, ഇത് കിളിച്ചുണ്ട് മാമ്പഴമാണ്, നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. പിന്നെ പിന്നെ വേണ്ട കടച്ചക്ക, പിന്നെ ക്യാരറ്റ്, അത് നമ്മൾ നേരത്തെ ഉള്ളതായിരുന്നു വീട്ടിൽ തന്നെ. ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരുക്കി വെച്ചത്. കണ്ണാടി, ആറന്മുള കണ്ണാടി എന്ന് പറയാം. ഇത് പ്രൈസ് കുറവാണ് കേട്ടോ. പിന്നെ മൈപ്പീലി വെക്കണമല്ലോ, മൈപ്പീലി നമ്മൾ പോയി വാങ്ങിച്ചു, 15 രൂപ ഉള്ളായിരുന്നു. മൈപ്പീലി വാങ്ങിച്ചു. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് മാല ഉണ്ടായിരുന്നു, ഞാനത് പൂവുണ്ടായിരുന്നു, ഞാൻ കെട്ടിയതാണ്. പൂവും തുളസി ഇലയൊക്കെ കണ്ട. ഇത് നമ്മുടെ കണിക്കൊന്ന, വീടിനടുത്ത് തന്നെയുള്ള വീട്ടിൽ നിന്ന് പറിച്ച കണിക്കൊന്നയാണ്. അതൊക്കെ വെച്ച് കൃഷ്ണനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരുക്കി വെച്ച ഒരു എന്താ കണി എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റിനി വിളക്കരച്ചിട്ടിനി പോയി പ്രാർത്ഥിക്കണം. രാവിലെ വീട്ടിൽ അമ്മയായിരിക്കും നമ്മളെ വിളിക്കുന്നത്. വിളിച്ചിട്ടിനി പോയി പ്രാർത്ഥിക്കും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മുണ്ടുൾപ്പെടെയാണ് വെച്ചത്. പിന്നെ കോയിൻസ് കണ്ടോ. ഈ പ്രാവശ്യത്തെ കണി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിഷുക്കണി ഒരുക്കുന്നതും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ. കണ്ടില്ലേ. പിന്നെ പകുതി സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് വലിയ നെട്ടോട്ടമൊന്നും പിടിക്കണ്ടായിരുന്നു. തേങ്ങയുടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, തേങ്ങ വെച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഉണ്ട് വിഷുവിന് എടുക്കാനായിട്ട്. സൂപ്പർ വിഷു ആയിരുന്നു കേട്ടോ. രാവിലത്തെ കണി അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ പുതിയ വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഹാപ്പി വിഷു ഓൾ ഓഫ് യു.